മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ സ്വാധീന ശക്തിയിലാണ് വടക്കൻ കേരളത്തിൽ UDF മുന്നേറ്റം നടത്തിയത്. മുസ്ലിം ലീഗിന്റെ നിർലോഭമായ സഹകരണം കൂടി ആയതോടെ ഇടതുകോട്ടയായ കണ്ണൂരിലടക്കം കോൺഗ്രസ് വൻ വിജയം നേടി. ഇതോടെ ഇനി മുന്നണിക്കുള്ളിൽ നിർണായക ശക്തിയായി മുസ്ലിം ലീഗ് മാറും. മലപ്പുറം ജില്ലയ്ക്കപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം വളരുന്നു എന്ന് വീണ്ടും തെളിയിക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം. മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടി കൂട്ടുപിടിക്കുന്നതിൽ UDF വിജയിച്ചതോടെ വടക്കൻ കേരളത്തിൽ ഒരിടത്ത് പോലും ഇടതുപക്ഷത്തിന് വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞില്ല. ഇടതുകോട്ടയായ കണ്ണൂരിലടക്കം പതനം പൂർണ്ണമായി. തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ മുസ്ലിം ലീഗിനുള്ളിൽ വിള്ളലുണ്ടാക്കാൻ CPM ശ്രമിച്ചതും മുസ്ലിം ലീഗിന്റെ ശക്തി ക്ഷയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. സമസ്തയെ രാഷ്ട്രീയ ഉപകരണമാക്കി അതിനുള്ളിൽ അഭിപ്രായ വ്യത്യാസം സൃഷ്ടിച്ചതും CPMന്റെ തന്ത്രമായിരുന്നു. എന്നാൽ പാണക്കാട് കുടുംബത്തിന്റെ ഇടപെടൽ എല്ലാ നീക്കങ്ങളെയും പ്രതിരോധിച്ചു. ഒപ്പം AP സുന്നി SDPI അടക്കമുള്ള സംഘടനകളുടെ പിന്തുണ കൂടിയായതോടെ UDFന്റെ മുന്നേറ്റം മലബാറിൽ ശക്തമായി. വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആദ്യം നന്ദി പറഞ്ഞതും ലീഗിനോടായിരുന്നു. UDF സ്ഥാനാർത്ഥികൾക്ക് എൻ്റെ വിജയത്തിൽ UDFിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്, മഹാനായ പാണക്കാട് തങ്ങൾ നയിക്കുന്ന മുസ്ലിം ലീഗിന്റെ പങ്കാളിത്തം വളരെ വലുതാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കോൺഗ്രസ് പ്രവർത്തകരുടെ പങ്കാളിത്തം വളരെ വലുതാണ്. മൂന്നാം സീറ്റ് ലഭിക്കാത്തതിലുള്ള പരിഭവവും വിവാദം ഭയന്ന് വയനാട്ടിൽ മടക്കിവെച്ച പാർട്ടി കൂടി കൂടുതൽ ആവേശത്തോടെ മുസ്ലിം ലീഗ് മറ്റ് മണ്ഡലങ്ങളിൽ പുറത്തെടുത്തതും UDFിൽ ആവേശം നിറച്ചു. ഒപ്പം ഏകീകൃത സിവിൽ കോഡും പൗരത്വ ഭേദഗതി നിയമവും ഉയർത്തി മുസ്ലിം ലീഗിനോടൊപ്പം ചേർന്ന് കോൺഗ്രസ് നടത്തിയ പരസ്യ പ്രതിഷേധങ്ങളുമെല്ലാം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ UDFന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു. മുസ്ലിം വിഭാഗത്തിന്റെ അട്ടിപ്പേർ അവകാശം മുസ്ലിം ലീഗിനല്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിഹാസം തള്ളി ലീഗ് കൂടുതൽ കരുത്താർജിക്കുകയാണ്. ഇനി മുന്നണിക്കുള്ളിൽ നിർണായക ശക്തിയായി മുസ്ലിം ലീഗ് മാറുകയും ചെയ്യും. ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്, കോഴിക്കോട്.